നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അഞ്ജിതയുടെ ജാതകം ഇത് അവളുടെ ഒരു ഫോട്ടോയാ. അല്ല, കുട്ടിയവൻ കണ്ടിട്ടുള്ളതാണല്ലോ. എന്നാലും ഫോട്ടോ ഇവിടെ ഇരിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. ഓ, എന്താ കുട്ടാ, എന്തിനാ കരയുന്നേ? കുട്ടാ നോക്ക്, കരയാതിരിക്കെ. എന്താ എന്താ പേടിച്ചു പോയോ? പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. നോക്ക്, എന്തിനാ കരയല്ലേ? കുട്ടാ ധൈര്യമായിട്ടിരിക്കേ. നോക്കേ, ചിരിച്ചേ. എന്തിനാ കരയുന്നേ? ചിരിച്ചേ. ഓക്കെ അല്ലേ? ഒന്നുമില്ല കേട്ടോ. എന്തിനാ കരയുന്നേ? ദേ നോക്കേ, ഞാനിവിടെ ഇല്ലേ. കരയരുത് കേട്ടോ. ഏട്ടൻ എന്ത് പണിയായി കാണിച്ചേ? സോറി, ഇതിന്റെ ഏട്ടനാ. ഏട്ടൻ കാരണം ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നു. ഏട്ടൻ ശല്യപ്പെടുത്തിയോ? കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് കാർ എടുത്തിങ്ങ് പോന്നു. ഞങ്ങളാരും കണ്ടതുമില്ല. ഈ ബസ്സിൽ ഏട്ടൻ എങ്ങനെയാ ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്നോ എവിടെ പോയെന്നോ ഒന്നും അറിയാത്ത ടെൻഷനിലായിരുന്നു ഞങ്ങള്. ഞാൻ ഏട്ടനെ അന്വേഷിച്ച് വരികയായിരുന്നു. ഭാഗ്യം പേടിച്ചു പോലൊന്നും ഉണ്ടായില്ല. എന്നാ ഞങ്ങളങ്ങോട്ട് പോവാം. ഏട്ടൻ വന്നേ. വണ്ടി എടുത്തോ. ആന്റി, എന്താ ആന്റി? അതെ, അഞ്ജിതയുടെ ജാതകം ഋഷിയുടെ വീട്ടിൽ കൊടുക്കണം. ഞങ്ങളതൊന്ന് എടുക്കാൻ വന്നതാ. എവിടെയാ വെച്ചിരിക്കുന്നേ? ഞാൻ എടുത്തുതരാം. ആന്റി. എന്നാ ശരി. മോനെ ഇവിടെ എന്റെ കോട്ട് കിടക്ക്. ആ ഷൂ ഇരിക്കെ. ഷൂ ഷൂ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിക്കണേ? നീ ഇങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾ എന്ത് മറുപടിയാ പറയേണ്ടത്? ഇവൻ ഇവിടെ എത്തിയോ? അഭിഷേക് പോയി കൂട്ടിക്കൊണ്ട് വന്നതാ ഇപ്പൊ. ഇവൻ കാറെടുത്ത് ഓഫീസിൽ വന്നിരുന്നു. എന്നിട്ട് എന്തായി? എന്നിട്ടെന്താ, ഞാനത് അറിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും ഇവൻ വീണ്ടും കാറും എടുത്ത് ഇങ്ങോട്ട് പോന്നു എന്ന് പറഞ്ഞു. അതാ ഞാൻ ഇവനെ ഫോളോ ചെയ്ത് കാറെടുത്തേക്ക് പോകുന്നത്. എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ എത്തിയല്ലോ. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കണേ? അത് പറ. ഒന്നുമില്ലടാ. എന്താ മോനെ? എന്താ കാര്യം? സിദ്ധാർത്ഥൻ കാറെടുത്ത് ഓഫീസിലേക്ക് വന്നത് വെറുതെ ഒന്നുമല്ല. അവിടുന്ന് ഒരു പെൻഡ്രൈവ് എടുക്കാൻ അവൻ വന്നത്. എന്തോ പ്രധാന തെളിവ് അതിനകത്തുണ്ടെന്ന് പറഞ്ഞാ അവനത് ഓഫീസിൽ നിന്ന് എടുത്തത്. എന്നിട്ട് ഇടി, അതിപ്പോ അവന്റെ പോക്കറ്റിലുണ്ട്. ആ പെൻഡ്രൈവിൽ ഉണ്ടാക്കുന്ന പ്രധാന രഹസ്യം എന്താണെന്ന് നമുക്കറിയണം. ഒരുപക്ഷെ അത് നമുക്കെതിരെയുള്ള തെളിവാണെങ്കിലോ? അയ്യോ,
ആ പെൻഡ്രൈവ് അവന്റെ കയ്യിലിരിക്കുന്ന നമുക്ക് അബദ്ധം. അവനോടത് ചോദിച്ചു വാങ്ങിച്ചാൽ ചിലപ്പോ അത് കൂടുതൽ പ്രശ്നമാകും. അതുകൊണ്ട് അവൻ അറിയാതെ അത് പോക്കണം. അതേക്കുറിച്ച് ഓർത്ത് ചേട്ടൻ വിഷമിക്കണ്ട. അതിന്റെ കാര്യം ഞാൻ ഏറ്റു. അവന്റെ കയ്യിലുള്ള പെൻഡ്രൈവ് ഞാൻ സൂത്രത്തിൽ കൈക്കലാക്കിക്കൊള്ളാം. ആ. ഹലോ ഋഷി സർ. ഗോപിയെ ജാതകം അയച്ചുതരാൻ പറഞ്ഞിട്ട് അവിടെ. സോറി സർ, ഞാൻ ഇപ്പൊ തന്നെ അയച്ചുതരാം. ഒന്ന് ഹോൾഡ് ചെയ്യണേ. ആ ഓക്കെ. ഹലോ സർ, ഞാൻ അയച്ചിട്ടുണ്ട് കേട്ടോ. ആണോ? ആ നോട്ടെ. ശരി, ഞാനത് വീട്ടിൽ കാണിച്ചിട്ട് വിളിക്കാം. ആ ഓക്കെ ശരി. ഓക്കെ. ആഹാ, ഇതാര് സുലോചനയോ? എന്തൊക്കെയുണ്ട് സുലോചന വിശേഷം? വാ ഇരിക്കെ. അയ്യോ, വേറൊന്നും വിചാരിക്കരുത്. ഇരിക്കാനുള്ള സമയമല്ല, പെട്ടെന്ന് പോണം. ആ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ബന്ധം ഉറപ്പിച്ചതിന് ശേഷം സുലോചന അതേ വരികയല്ലേ? അപ്പോ സുലോചനയെ സൽക്കരിക്കാതെ വിടുന്നത് മര്യാദയാണോ? അതൊന്നും സാരമില്ല. നമ്മള് ബന്ധുക്കളാകാൻ പോകുന്ന സ്ഥിതിക്ക് എനിക്കിനി എപ്പോ വേണമെങ്കിലും വരാല്ലോ. അല്ല, അപ്പൊ പിന്നെ ധൃതി വെച്ച് വന്നാ എന്തിനാ? ആ, അമ്മ ജാതകം ചോദിച്ചിരുന്നില്ല. അതെ, ഞാൻ ഋഷിയോട് പറഞ്ഞിരുന്നു. അവൻ ജാതകം വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞു. അല്ല, ഇതിനു വേണ്ടി ഇപ്പൊ ഋഷി അവിടം വരെ വരണ്ടല്ലോ. ജാതകം ചോദിച്ച വിവരം അഞ്ജിത എന്നോട് പറഞ്ഞായിരുന്നു. എന്നാ പിന്നെ കൈയോടുകൂടി ഞാൻ തന്നെ ജാതകം കൊണ്ടുവരാന്ന് കരുതി. ദാ, അഞ്ജിതയുടെ ജാതകം. ഇത് അവളുടെ ഒരു ഫോട്ടോയാ. അല്ല, കുട്ടി അവൻ കണ്ടിട്ടുള്ളതാണല്ലോ. എന്നാലും ഫോട്ടോ ഇവിടെ ഇരിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. ഓ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.